ഹായ് ഫ്രണ്ട്സ്, മൂന്നാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ആനുവൽ എക്സാമിനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. പിന്നീടുള്ള 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ അറിയുന്ന ഏതെങ്കിലും 4 മാത്രം ഉത്തരം എഴുതിയാലും മതി. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നഖറുൽ ഫിഖറത വ നുജീബ്. താഴെ ഒരു പാരഗ്രാഫാണ് കൂട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് പാരഗ്രാഫ് വായിച്ചു നോക്കാം അല്ലേ. ദഹബ ജാസിമുൻ മഅ അബീഹി ഇല സൂഖിൽ മർകസി മസാഅൻ ലിശിറാഇൽ അദവാത്തിൽ മദ്രസിയ. ജാസിമ അവൻ്റെ ഉപ്പയുടെ കൂടെ കുറച്ച് പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. റഅ ജാസിമുൻ ഫി സൂഖി ഖായിമത്തുൽ ഇസ്ആരി ഫഖറഅഹ. അവിടെ ജാസിം എന്താണ് കണ്ടത്? സാധനങ്ങളുടെ വില വിവരം എഴുതിയിരിക്കുന്ന ഒരു ലിസ്റ്റ് കണ്ടു. അത് അവൻ വായിച്ചു നോക്കി. ഇസ്തറ ജാസിമുൻ കിതാബൻ വാഹിദൻ. ജാസിം എന്തൊക്കെയാണ് വാങ്ങിയത്? ഒരു പുസ്തകം വാങ്ങി. വ സലാസത അഖലാമിൻ 3 പേനകൾ വാങ്ങി. വ ഖുറത്തുൻ ഒരു ബോൾ വാങ്ങി. വ ഉൽബത്തുൻ ഒരു ബോക്സും വാങ്ങി. സുമ്മ റജഅ ഇലൽ ബൈത്തി ഫിൽ ഹാഫില. പിന്നെ അവർ 2 പേരും ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങി. നഖ്താറുൽ ജവാബ സ്വഹീഹ മിനൽ ഹിലാലൈനി വനക്തുബു. ശരിയായിട്ടുള്ള ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വില വിവര പട്ടിക നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ആദ്യത്തെ കോളത്തിൽ റഖം ക്രമ നമ്പറാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ എന്താണ്? നൗ എന്തൊക്കെ ഇനങ്ങളാണെന്നാണ് നൽകിയിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? അൽ അദദ് എണ്ണങ്ങളാണ് നൽകിയിരിക്കുന്നത്. നാലാമത്തെ കോളത്തിലോ അസ്യർ ഓരോന്നിന്റെയും വിലയുമാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ഇനം എന്താണ് അതിൽ നൽകിയിരിക്കുന്നത്? കിതാബ് പുസ്തകം അല്ലേ. ഒരു പുസ്തകത്തിന്റെ വില എത്രയാണ്? 20 രൂപയാണ് അല്ലേ. രണ്ടാമത്തെ ഇനം എന്താണ് നൽകിയിരിക്കുന്നത്? മിസ്തുറ സ്കെയില് അല്ലേ. ഒരു സ്കെയിലിന്റെ വില എത്രയാണ് നൽകിയിരിക്കുന്നത്? 15 രൂപയാണ് അല്ലേ. മൂന്നാമത്തെ ഇനം എന്താണ് നൽകിയിരിക്കുന്നത്? ഖുറത്തുൻ ബോള് അല്ലേ. ഒരു ബോളിന്റെ വില എത്രയാണ്? 100 രൂപയാണ് അല്ലേ. അടുത്തത് എന്താണ്? ഉൽബ ബോക്സ്. ഒരു ബോക്സിന്റെ വില എത്രയാണ് നൽകിയിരിക്കുന്നത്? 80 രൂപയാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ ഇനം എന്താണ് നൽകിയിരിക്കുന്നത്? കലം പേന അല്ലേ. ഒരു പേനയുടെ വില എത്രയാണ്? 10 രൂപ 10 രൂപയാണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? മിഖസ് കത്രിക. ഒരു കത്രികയുടെ വില എത്രയാണ്? 18 രൂപയാണ് അല്ലേ. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മത്താ ദഹബ ജാസിമുൻ വ അബൂഹു ഇല സൂഖിൽ മർകസി. ജാസിമും അവന്റെ ഉപ്പയും എപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത് എന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? സുബാഹൻ രാവിലെ, ലുഹ്റൻ ഉച്ചയ്ക്ക്, മസാഅൻ വൈകുന്നേരം. പാരഗ്രാഫിൽ എന്തായിരുന്നു നൽകിയിരുന്നത്? വൈകുന്നേരം ആയിരുന്നു അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ എഴുതേണ്ടത്? മസാഅൻ. ഇനി രണ്ടാമത്തെ ചോദ്യം, കമിസ്യറോ ലി കിതാബിൻ വാഹിദിൻ. ഒരു പുസ്തകത്തിന് എത്രയാണ് വില? ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? 100 രൂപ, 20 രൂപ 20 രൂപ, 15 രൂപ. എത്രയായിരുന്നു ഒരു പുസ്തകത്തിന്റെ വില? വില വിവര പട്ടികയിൽ ഒന്നാമത്തെ ഇനം തന്നെ പുസ്തകത്തിന്റെ വിലയാണ് നൽകിയിരിക്കുന്നത് അല്ലേ. ഒരു പുസ്തകത്തിന്റെ വില എത്രയാണ്? 20 രൂപ 20 രൂപയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഐന വജദ ജാസിമുൻ ഖായിമത്തുൽ ഇസ്ആർ. ജാസിമ എവിടെയാണ് വില വിവര പട്ടിക കണ്ടത് എന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരുന്നു? ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഫിൽ ബൈത്തി വീട്ടിൽ, ഫി സൂഖിൽ മർകസി സൂപ്പർ മാർക്കറ്റിൽ, ഫിൽ ഹാഫില ബസ്സിൽ. എവിടെയായിരുന്നു? സൂപ്പർ മാർക്കറ്റിലായിരുന്നു അല്ലേ. എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? ഫി സൂഖിൽ മർകസി. ഇനി നാലാമത്തെ ചോദ്യം, കമിസ്യറു ലി ഖുറത്തിൻ വാഹിദത്തിൻ. ഒരു ബോളിന് എത്രയാണ് വില? ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? 100 രൂപ 80 രൂപ 80 രൂപ, 90 രൂപ. വില വിവര പട്ടികയിൽ ഖുറത്തുൻ ബോളിന്റെ വില എത്രയാണ് നൽകിയിരിക്കുന്നത്? മൂന്നാമത്തെ ഇനമാണ് അല്ലേ. എത്രയാണ്? 100 രൂപയാണ് അതിന്റെ വില. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, കം കലമൻ ഇഷ്തറ ജാസിം. ജാസിമ എത്ര പേനകളാണ് വാങ്ങിയത്? എന്തൊക്കെയാണ് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്? 4 4,
ഇസ്നാൻ 2 എണ്ണം, സലാസ 3 എണ്ണം. പാരഗ്രാഫിലെ അവസാനത്തെ വരി നോക്കൂ. സലാസത്ത് അഖ്ലാമിൻ 3 പേനകളാണ് ജാസിമ് വാങ്ങിച്ചിരുന്നത് അല്ലേ? നമ്മൾ എന്താണ് അവിടെ എഴുതേണ്ടത്? സലാസ 3 എന്ന അക്കമാണ് നമ്മൾ അവിടെ എടുത്തെഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹസ്വല ജാസിമുൻ അലൽ ബിത്വാഖത്തിൽ ഹുവിയ മിനൽ മദ്രസ. ജാസിമിന് സ്കൂളിൽ നിന്നും ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടി. നഅദു ബിത്വാഖത മിസ്ലഹ. ഇതേപോലെ കൂട്ടുകാരുടെ ഐഡന്റിറ്റി കാർഡ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാസിമിൻ്റെത് എന്താണ് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. അൽ ഇസ്മ, ജാസിമിന്റെ പേര് അവിടെ നൽകിയിട്ടുണ്ട് അല്ലേ? അസ്വഫ്, ക്ലാസ് ഏതാണ് നൽകിയിരിക്കുന്നത്? അസാലിസ്, 3ാം ക്ലാസ് ആണ്. അൽ ഉംർ, അവന്റെ വയസ്സ് എത്രയാണ് നൽകിയിരിക്കുന്നത്? സമാനിയ, 8 വയസ്സ്. പിന്നെയോ ഇസ്മുൽ ഉമ്മ, അവന്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്ന് നൽകിയിട്ടുണ്ട്. പിന്നെയോ ഇസ്മുൽ അബ്, അവന്റെ ഉപ്പയുടെ പേര് ഇബ്രാഹിം എന്ന് നൽകിയിട്ടുണ്ട്. അൽ മക്കാൻ, അവന്റെ സ്ഥലവും ഏതാണ്? കാലിക്കോത്ത്. ഇനി ഇതേപോലെ കൂട്ടുകാരുടെ ഐഡന്റിറ്റി കാർഡും പൂരിപ്പിക്കാമല്ലോ. ആദ്യം നമ്മൾ എന്തെഴുതണം? അൽ ഇസ്മ, കൂട്ടുകാരുടെ പേര് അവിടെ എഴുതി ചേർക്കണം. പിന്നെയോ അസ്വഫ്, കൂട്ടുകാരൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ് അല്ലേ? അസാലിസ് എന്ന് അവിടെ എഴുതാം. ഇനി അൽ ഉംർ, കൂട്ടുകാരുടെ വയസ്സ് എത്രയാണ്? സമാനിയ, 8 വയസ്സാണോ അല്ലെങ്കിൽ സബഅ, 7 വയസ്സാണോ? ഏതാണെങ്കിലും അവിടെ എഴുതുക. പിന്നെയോ ഇസ്മുൽ ഉമ്മ, കൂട്ടുകാരുടെ ഉമ്മയുടെ പേര് അവിടെ എഴുതി ചേർക്കുക. പിന്നെയോ ഇസ്മുൽ അബ്, കൂട്ടുകാരുടെ ഉപ്പയുടെ പേര് അവിടെ എഴുതി ചേർക്കുക. അൽ മക്കാൻ, കൂട്ടുകാര് എവിടെ നിന്നാണ് വരുന്നത് എന്ന സ്ഥലവും അവിടെ എഴുതി ചേർക്കുക. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് പൂർത്തിയാവും. ഇനി 3ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നുമയ്യിസു വനക്തുബു അസ്സഹീഹ വഗൈറ സ്വഹീഹ. താഴെ കുറച്ച് സെന്റൻസുകൾ കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായതും ശരിയല്ലാത്തതും വേർതിരിച്ചിട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ കോളത്തിൽ ശരിയായ സെന്റൻസുകൾ എഴുതി ചേർക്കണം. 2ാമത്തെ കോളത്തിൽ ശരിയല്ലാത്ത സെന്റൻസുകളാണ് എഴുതി ചേർക്കേണ്ടത്. നമ്മൾക്ക് എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. 1ാമത്തേത് എന്താണ്? യതനാവലു സൽമാനു അൽ ഫത്തൂറ ഫി സ്വബാഹ്. സൽമാന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. അത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണല്ലോ. അത് നമ്മൾക്ക് 1ാമത്തെ കോളത്തിൽ എഴുതി ചേർക്കാം. ഇനി 2ാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? ലാ തുളയ്യ വഖ്തക ബിൽ ലഅബി അലൽ ജവ്വാലി. ഫോണിൽ കളിച്ചിട്ട് സമയം പാഴാക്കരുത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയായ സെന്റൻസ് ആണ് അല്ലേ? അത് നമ്മൾക്ക് 1ാമത്തെ കോളത്തിൽ എഴുതി ചേർക്കാം. ഇനി 3ാമത്തേത് എന്താണ്? അന്നലാഫത്തു ലൈസ മിനൽ ഇഹ്സാനി. ശുചിത്വം നല്ല കാര്യങ്ങളിൽ പെട്ടതല്ല. അത് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ് അല്ലേ? അത് നമ്മൾക്ക് 2ാമത്തെ കോളത്തിൽ എഴുതി ചേർക്കാം. ഇനി അടുത്തത് എന്താണ്? യുനല്ലിഫു ജാസിറുൻ അൽ അസ്നാന ഖബ്ല നൗം. ജാസിർ അവന്റെ പല്ലുകൾ ഉറക്കത്തിന് മുൻപ് വൃത്തിയാക്കും. അത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണല്ലോ. അത് നമ്മൾക്ക് 1ാമത്തെ കോളത്തിൽ എഴുതി ചേർക്കാം. ഇനി അടുത്തത് എന്താണ്? അൽ ജവ്വാലു കുല്ലുഹു ഖൈറുൻ. ഫോണ് എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. അത് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ് അല്ലേ? അത് നമ്മൾക്ക് 2ാമത്തെ കോളത്തിൽ എഴുതി ചേർക്കാം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. നഖ്താറുൽ ജുമലൽ മുനാസിബ ലിസുവരി വനക്തുബ്. താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ സെന്റൻസുകൾ ഇവിടെ നൽകിയിരിക്കുന്ന ബോക്സിൽ നിന്നും എടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ ചിത്രത്തിൻ്റെത് കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഇസ്തീഖല റാഷിദുൻ മിനൻ നൗമി മുബക്കിറൻ. റാഷിദ് ഉറക്കത്തിൽ നിന്നും നേരത്തെ എഴുന്നേറ്റു. ഇനി നമ്മൾക്ക് ബോക്സിൽ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യദ്ഹബു റാഷിദുൻ ഇലൽ മദ്രസ. റാഷിദ് സ്കൂളിലേക്ക് പോകുന്നു. അതെവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? 4ാമത്തെ ചിത്രത്തിന്റെ താഴെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? ഇനി അടുത്തത് എന്താണ്? മാജിദ അൽ കിതാബ ഫിൽ ഹഖീബ. മാജിദ അവളുടെ പുസ്തകം ബാഗിൽ വെച്ചു. അതിന് അനുയോജ്യമായ ചിത്രം എവിടെയാണ് കൂട്ടുകാർ കാണുന്നത്? ബാഗ് പുസ്തകവും ഒക്കെയുള്ള ചിത്രം ഏതാണ്? അവസാനത്തെ ചിത്രമാണ് അല്ലേ? 6ാമത്തെ ചിത്രത്തിന്റെ താഴെയാണ് നമ്മൾ അത് എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താണ്? യസ്തഹിമ്മു മിൻഹാജു ഫിൽ ഹമ്മാമി. മിൻഹാജ് ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നു. അതിന് അനുയോജ്യമായ ചിത്രം എവിടെയാണ് കൂട്ടുകാർ കാണുന്നത്? 2ാമത്തെ ചിത്രമാണ് അല്ലേ? അതിന് താഴെ നമ്മൾക്ക് ഈ സെന്റൻസ് എഴുതാം. ഇനി അടുത്തത് എന്താണ്? തുനല്ലിഫു ഹന്ന അൽ അസ്നാന. ഹന്ന അവളുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു. എവിടെയാണ് കൂട്ടുകാർ ആ ചിത്രം കാണുന്നത്? 3ാമത്തെ ചിത്രമാണല്ലോ. അതിന് താഴെയാണ് നമ്മൾക്ക് അത് എഴുതി ചേർക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? യഖറഉ അൻവറു അൽ ജരീദത്തുൽ യൗമിയ. അൻവറ
പത്രം വായിക്കുന്നു. എവിടെയാണ് ആ ചിത്രം കാണുന്നത്? 5ാമത്തെ ചിത്രമാണ് അല്ലേ? അതിന് താഴെയാണ് നമ്മൾ ഈ സെന്റൻസ് എഴുതി ചേർക്കേണ്ടത്. കൂട്ടുകാർ വാക്കർത്ഥങ്ങൾ നന്നായി പഠിക്കണം, എന്നാലേ നമ്മൾക്ക് ഈ ചിത്രങ്ങൾക്ക് താഴെ ഏത് സെന്റൻസ് ആണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. അൻഷദ ജാസിമുൻ വസ്തിഖാഉഹു നഷീദ. ജാസിമും അവൻ്റെ കൂട്ടുകാരും ഒരു പാട്ടുപാടി. ഹയ്യാനുക്കമ്മിൽ. അത് നമ്മൾക്ക് പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ വരിയിൽ നൽകിയിരിക്കുന്നത്? കാലൽ ഫീലു ലൗനി അസ്വദ, ലൗനി അസ്വദു കാലൽ ഫീലു. എൻ്റെ നിറം കറുപ്പാണെന്ന് ആന പറഞ്ഞു എൻ്റെ നിറം കറുപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ടതാണ് അല്ലേ? ഇനി 2ാമത്തെ വരിയിൽ എന്താണ് നൽകിയിരിക്കുന്നത്? കാലൽ ഓറാബു ലൗനി അസ്വദ്. എൻ്റെ നിറം കറുപ്പാണെന്ന് കാക്ക പറഞ്ഞു. ഡാഷ് കാലൽ ഓറാബു. എളുപ്പമാണല്ലോ. മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ തിരിച്ചു മറിച്ചു ഇട്ട് എഴുതിയാൽ മതി അല്ലേ? എങ്ങനെ എഴുതാം? ലൗനി അസ്വദു കാലൽ ഓറാബ്. ഇനി അടുത്ത വരി എന്താണ്? ഡാഷ് ലൗനി അഹ്ലർ. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നേരെ അപ്പുറത്തെ വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. എന്താണ്? ഡാഷ് കാലൽ വറഖു. കാലൽ വറഖു എന്ന് അവിടെ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വരിയിൽ എന്ത് എഴുതിയാൽ മതി? കാലൽ വറഖു ലൗനി അഖ്ലർ. എൻ്റെ നിറം പച്ചയാണെന്ന് ഇല പറഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത വരിയിൽ എന്തെഴുതാം? തിരിച്ചും മറിച്ചും ഇട്ട് എഴുതിയാൽ മതി അല്ലേ? ലൗനി അഖ്ലറു കാലൽ വറഖു. ഇനി അടുത്ത വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡാഷ്. അവിടെ ഒന്നും നൽകിയിട്ടില്ല അല്ലേ? പക്ഷേ നേരെ അപ്പുറത്തെ വരിയിൽ നൽകിയിട്ടുണ്ട്. എന്താണ് നൽകിയിരിക്കുന്നത്? ലൗനി അസ്ഫറു കാലൽ മൗസു. അത് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് എഴുതിയാൽ മതി. എങ്ങനെ? കാലൽ മൗസു ലൗനി അസ്ഫറു. എൻ്റെ നിറം മഞ്ഞയാണെന്ന് പഴം പറഞ്ഞു. ഇനി അടുത്ത വരിയിൽ എന്താണ് നൽകിയിരിക്കുന്നത്? കാല സഹ്റു ഡാഷ്. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? അടുത്ത വരിയിൽ നൽകിയിട്ടുണ്ട് അല്ലേ? എന്താണ്? ലൗനി അഹ്മർ എന്ന് നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. കാല സഹ്റു ലൗനി അഹ്മർ. ഇനി അടുത്ത വരിയിലോ? ലൗനി അഹ്മറു ഡാഷ്. എന്താണ് അവിടെയുള്ളത്? ആദ്യത്തെ വരിയിലുള്ള അതേ കാര്യം തന്നെ തിരിച്ച് ഇട്ട് എഴുതിയാൽ മതി. എങ്ങനെ? ലൗനി അഹ്മറു കാല സഹ്റു. എൻ്റെ നിറം ചുവപ്പാണെന്ന് റോസ് പറഞ്ഞു. ഇനി നമ്മൾക്ക് 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. വസ്വല ഒറാബുൻ ഇല ബുസ്താനി ജാസിമിൻ. ജാസിമിന്റെ പൂന്തോട്ടത്തിലേക്ക് ഒരു കാക്ക എത്തി. ബദഅൽ ഒറാബു യബ്കി. കാക്ക അങ്ങനെ കരയാൻ തുടങ്ങി. ഫസമിഅ ജാസിമുൻ ബകാഅത്തുൻ. അപ്പോൾ ജാസിമ് കാക്കയുടെ കരച്ചിൽ കേട്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. നുകമ്മിലുൽ ഹിവാർ. ആ സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സംഭാഷണം പൂർത്തിയാക്കാനായി ഒരു ബോക്സിൽ കുറച്ച് സൂചനകൾ കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ ഈ സംഭാഷണം പൂരിപ്പിക്കേണ്ടത്. എന്തൊക്കെയാണ് സൂചനകൾ നൽകിയിരിക്കുന്നത്? അഹദ സിൻജാബുൻ അൽ ഫറഹ ഫസഖത. അണ്ണാൻ പക്ഷിക്കുഞ്ഞിനെ എടുത്തപ്പോൾ അത് വീണു. അന ഉസാഇദുക. ഞാൻ നിന്നെ സഹായിക്കാം. ഐനൽ ഫറഹു. പക്ഷിക്കുഞ്ഞ് എവിടെ? സഖത്ത മിനൽ ഉഷി. കൂട്ടിൽ നിന്നും താഴെ വീണു. ഇനി നമ്മൾക്ക് ഈ സംഭാഷണം എന്താണെന്ന് നോക്കാം. കാക്കയുടെ കരച്ചിൽ കേട്ട് ജാസിമ ചോദിക്കാണ്, മാതാ മാതാ, എന്താണ്? അപ്പോൾ ഒറാബ് എന്താണ് പറയുന്നത്? ഫറഹി ഫറഹി. എൻ്റെ കുഞ്ഞ് കാക്ക പറയാണ് അല്ലേ? അപ്പോൾ ജാസിമ എന്താണ് ചോദിക്കുന്നത്? മാതാ അസ്വാബൽ ഫറഹ. നിന്റെ കുഞ്ഞിന് എന്താണ് പറ്റിയത്? അപ്പോൾ അൽ ഒറാബ് കാക്ക എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? എന്താണ് കുഞ്ഞിന് പറ്റിയത്? കുഞ്ഞ് കൂട്ടിൽ നിന്നും താഴെ വീണിരിക്കുകയാണ് അല്ലേ? അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. സൂചനകളിൽ നിന്നും ഏതാണ് അവിടെ എടുത്ത് എഴുതേണ്ടത്? സഖത്ത മിനൽ ഉഷി. കൂട്ടിൽ നിന്നും വീണു. അപ്പോൾ ജാസിമ എന്താണ് പിന്നീട് ചോദിക്കുന്നത്? കൈഫ. എങ്ങനെയാണ് വീണത്? അപ്പോൾ അൽ ഒറാബ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? സൂചനകളിൽ നൽകിയിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു അണ്ണാൻ കുഞ്ഞിനെ എടുത്തപ്പോൾ അത് താഴേക്ക് വീണു എന്നാണ് കാക്ക പറയേണ്ടത് അല്ലേ? അതാണ് നമ്മളവിടെ പൂരിപ്പിക്കേണ്ടത്. സൂചനകളിൽ നൽകിയിട്ടുണ്ടല്ലോ. ഏതാണ്? അഹദ സിൻജാബുൻ അൽ ഫറഹ ഫസഖത. ഇനി ജാസിം എന്തായിരിക്കും പിന്നീട് ചോദിക്കുന്നുണ്ടാവുക? അത് അറിയണമെങ്കിൽ നമ്മൾ താഴെ അൽ ഒറാബ് കാക്ക എന്താണ് അതിന് മറുപടി പറഞ്ഞത് എന്ന് നോക്കിയാൽ മതി. ഒറാബ് എന്താണ് മറുപടി പറഞ്ഞിരിക്കുന്നത്? തഹത്ത ഷജറത്തി. മരത്തിൻ്റെ അടിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ജാസിമ മുകളിൽ ചോദിച്ചിട്ടുണ്ടാവുക? എന്നിട്ട് പക്ഷിക്കുഞ്ഞ് എവിടെ എന്നായിരിക്കും ജാസിമ ചോദിച്ചത് അല്ലേ? സൂചനകളിൽ നിന്നും നമ്മൾ അതാണ് എടുത്ത് എഴുതേണ്ടത്. എങ്ങനെയാണ്? ഐനൽ ഫർഹു. പക്ഷിക്കുഞ്ഞ് എന്നിട്ട് എവിടെ? അപ്പോഴാണ് ഒറാബ് തഹ്ത ഷജറത്തി. മരത്തിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞത്.
പിന്നീട് ജാസിം എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ നിന്നെ സഹായിക്കാമെന്നായിരിക്കും അല്ലേ? അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. സൂചനകളിൽ നൽകിയിട്ടുണ്ടല്ലോ. ഏതായിരുന്നു? അന ഉസാഇദുക. അവസാനം അൽ ഖുറാബ്, കാക്ക എന്തായിരിക്കും പറയുക? നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ എഴുതാം? ശുക്രൻ. പിന്നീട് ജാസിം എന്താണ് മറുപടി പറയുന്നത്? അഫുവൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂട്ടുകാരുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യണേ. ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന ഒരു പ്ലേലിസ്റ്റ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.